ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സമൂസ ഉണ്ടാക്കാം അല്ലേ? അതിന് ഞാനിവിടെ 300 ഗ്രാമോളം ബീഫ് എടുത്ത് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി, അത്രയും തന്നെ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും, ഒരു പിടുത്തം സവാള ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ. ഇനി അത് കുക്കറടച്ച് ഞാൻ നല്ലപോലെ തന്നെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാണ്ട് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നല്ലോണം ചൂടാറിയപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ ഞാൻ 2 സവാള ചെറുതാക്കി അരിഞ്ഞത്, അതിൽ നിന്ന് ഒരു പിടുത്തോണ് നമ്മൾ ബീഫിലിട്ട് കൊടുത്തത്, ബാക്കിയുള്ളത് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. ഭയങ്കരമായിട്ട് മൂത്തൊന്നും വരണ്ട, ഈ ഒരു പരുവത്തിൽ വന്നാൽ മതി. ആ സമയത്ത് ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും നല്ല പോലെ തന്നെ ഒന്ന് വാടിയൊക്കെ വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം അതിലേക്ക് ഞാൻ നമ്മൾ ചതച്ചെടുത്ത ബീഫ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കണം. മസാല നമ്മളെ ബീഫായിട്ടൊന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പം അതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ല പോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ കറിയുടെ ഈ മസാലയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്, നല്ലപോലെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സമൂസക്ക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു സമൂസയുടെ ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ മസാല ഉണ്ടല്ലോ ബീഫിൻ്റെ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഇട്ട് കൊടുക്കണില്ല കേട്ടോ, ഭയങ്കരമായിട്ട് നിറച്ച് കൊടുക്കണില്ല. അതൊന്ന് നല്ലപോലെ നല്ല ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണേ. പിന്നെ ഞാനിവിടെ കുറച്ച് മൈദപ്പൊടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഓയിൽ ബ്രഷിൽ മുക്കിയിട്ട് നമ്മളുടെ ഈ സമൂസ ഷീറ്റിൽ ഇങ്ങനെ നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇതേപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഒരു സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ മടക്കി കൊടുത്ത് അതിനൊന്ന് തിരിച്ചു മടക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ ഫില്ലിങ് കൊടുക്കണം. അതും നല്ലപോലെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് അടച്ച് മടക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ നമ്മൾ മൈദ നനച്ച് വെച്ചിട്ടില്ലേ, അത് നമ്മുടെ ഓയിൽ ബ്രഷിലെടുത്തിട്ട് ഇവിടെ ഒന്ന് നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സമൂസകളെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം ഞാൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ സമൂസ പൊരിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മളെടുത്ത് വെച്ച സമൂസ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് 4 സമൂസ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന്
അപ്പം തന്നെ തിരിച്ചിടരുത്. കുറച്ച് സമയത്തിന് ശേഷം അതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ സമൂസ നല്ല പോലെ തന്നെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള സമൂസകളും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ തന്നെ ഒന്ന് മുരിഞ്ഞു വരട്ടെ. അതും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സമൂസകളും ഞാൻ ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും വറവൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിലേക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.